അങ്ങനെ നമ്മൾ സ്നേക്ക് പാർക്കിലൊക്കെ കയറി പിന്നെയാണ് അമ്പലത്തിലേക്ക് പോയത്. ആദ്യം തന്നെ അമ്പലത്തിൽ കയറി തിരിച്ച് വരുമ്പോൾ ക്ലോസ് ചെയ്താലെന്ന് വിചാരിച്ച് ഞങ്ങൾ ആദ്യം സ്നേക്ക് പാർക്കിൽ കയറി. പിന്നെ അമ്പലത്തിൽ നമുക്ക് വേണ്ട സമയമൊക്കെ സ്പെൻഡ് ചെയ്തിട്ട് പിന്നെ പതിയെ തിരിച്ച് വന്നാൽ മതിയല്ലോ. പിന്നെ ഞങ്ങൾ അമ്പലത്തിലെത്തി. ചന്തയൊക്കെ കണ്ട് നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നീ ഇങ്ങനെ പിള്ളേ പറയാൻ തുടങ്ങി അത് വാങ്ങണം ഇത് വാങ്ങണം. അവർക്ക് പിള്ളേർക്കാകുമ്പം പിന്നെ അങ്ങനെ ഇങ്ങനെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞങ്ങൾ അമ്പലത്തിലേക്ക് ഉള്ളിൽ കയറി തൊഴാൻ വഴിപാടൊക്കെ കഴിപ്പിച്ച് അവിടുത്തെ പ്രസാദമൊക്കെ കഴിച്ച് എന്നിട്ടാണ് പിന്നെ കാലൊക്കെ അവിടെ പോയി കഴുകി അമ്പലത്തിൽ കയറി തൊഴുതു. അവിടെ അമ്പലത്തിൽ പിന്നെ ക്യാമറ അങ്ങനെ മൊബൈൽ ഉള്ളിൽ കയറ്റാൻ പറ്റാത്തതുകൊണ്ട് പിന്നെ അത് അങ്ങാ ഭാഗമൊന്നും നമ്മൾ ഷൂട്ട് ചെയ്തു. അങ്ങനെ ഞങ്ങൾ അവിടെയൊക്കെ ഒന്ന് മൊബൈൽ പുറത്ത് വെച്ചിട്ടുണ്ട്. അവൾക്ക് വെള്ളത്തിൽ ഇറങ്ങണമെന്ന് പറഞ്ഞ് രണ്ടാമത് ഒന്ന് കൈയിട്ട് പിടിച്ചിറക്കി. പിന്നെ വെള്ളമായതുകൊണ്ട് ഇച്ചിരി അപകടമാണ്. പിന്നെ അമ്മയ്ക്ക് ബോട്ട് ശ്രമിക്കുന്നല്ല എല്ലാവർക്കും ഇച്ചിരി പേടിയുണ്ടായിരുന്നു. അപ്പം അമ്മ ചീത്തയൊക്കെ പറഞ്ഞ് നല്ല ഭംഗിയായി അവർക്ക് ഇച്ചിരി കൂടെ സ്റ്റെപ്പ് താഴോട്ട് വെള്ളത്തിലൊക്കെ ഇറങ്ങണം എന്ന് പറഞ്ഞിട്ടാണ് ഒന്ന് ഇറക്കിയത്. നല്ല വഴുക്കലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പിന്നെ ഞങ്ങൾ പെട്ടെന്ന് കയറി പിന്നെ ബോട്ടൊക്കെ നോക്കിയെന്ന് ഒന്ന് രണ്ട് ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്തു. ഞങ്ങളങ്ങ് അപ്പുറത്തേക്കൊന്നും അധികം പോയില്ല. പിന്നെ ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്തൊന്ന് അതിലേക്ക് നടന്ന് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് ഇപ്പുറത്തേക്ക് തന്നെ നടന്നു പോയി. നല്ല രസമാണ് അവൾക്ക് ചന്ത ഒന്ന് രണ്ട് കടയിലൊക്കെ കയറി. അങ്ങനെ അധികം അങ്ങനെ കയറാൻ തന്നില്ല. ജസ്റ്റ് ആദ്യം കയറി എടുത്തുനിന്ന് തന്നെ നമ്മൾ അവൾക്ക് വേണ്ട ഒരു ചെവിയിൽ വെക്കുന്ന ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് സാധനം ഉണ്ടല്ലോ അതും വാങ്ങി. സ്റ്റാർ പോലത്തെ സ്കെച്ച് പോലത്തെ അവൾക്ക് വേണ്ട ഒന്ന് രണ്ട് സാധനങ്ങളൊക്കെ മേടിച്ച് അവളെ ഹാപ്പിയാക്കി. നമ്മൾ അവിടെ നിന്ന് വാങ്ങി ഒരു സെറ്റ് വേറെയും വാങ്ങി. സ്കെച്ച് കളർ അടിക്കാൻ വേണ്ടി അതും വാങ്ങി. സ്റ്റാർ ടൈപ്പ് അതിലൊരു സ്റ്റാറിൻ്റെയും കൂടി മിക്സ് ആയ ടൈപ്പായിരുന്നു. അതും വാങ്ങി. ക്ലേ കൊണ്ട് നമുക്ക് കുറേ വീഡിയോ ഇറക്കാനുണ്ട്. പക്ഷേ ഇവിടെ ഓൺലൈനിൽ വാങ്ങാൻ വയ്യ ക്ലേ. ഇത് നമുക്ക് ഇഷ്ടം പോലെ ലാഭം ഓൺലൈനായിരിക്കും. ഈ വരെയായിരിക്കും വേണ്ട. ഞാൻ ഓൺലൈനിൽ ഒരു കെട്ട് ബുക്ക് ചെയ്യാം. ഇത് അവിടെ ഈ തിളങ്ങുന്ന ഇത്ര പോരേ ഉള്ളൂ എന്ന് തോന്നുന്നു. വേറെ ഒന്നും ഇല്ലാന്ന് തോന്നുന്നു. അവർ ചോദിച്ച സാധനം ഇതാണ്. ഒന്ന് വെച്ച് നോക്കി അല്ല ഇതൊന്ന് വെച്ച് നോക്കാം. ഇത് വേണമെന്ന് പറഞ്ഞു വെറുതെ. ഇത് നല്ല രസമല്ലേ? ഹായ് ഞാന്താ 150 രൂപ കൊടുത്തിട്ട് എനിക്ക് ആ ഒരു കളർ അവരോട് പോയി. അവന് വേണമെങ്കിൽ ഇത് തന്നെ കൊടുത്താൽ മീ കൊടുക്കൂല. കൊച്ചിനെ കൊടുക്കൂലേ? വെച്ച് നോക്കി. വേണ്ട വേണ്ട ഒരാക്കേ ഉള്ളൂ. വെച്ച് നോക്കി ചെവിയിൽ നോക്കട്ടെ. ഇങ്ങോട്ട് നോക്ക്. എനിക്ക് അങ്ങനെ നമുക്ക് പൊട്ടാത്ത മതി. അങ്ങനെ എറിഞ്ഞാൽ പൊട്ടാത്തേ വേണ്ടു. ആദ്യം എടുത്തതോ? അടുത്ത കണ്ടുപിടിക്കുന്നുണ്ട്. വേറെ അല്ല അവിടെ വെച്ചോളൂ. മാല ഉണ്ടല്ലോ അല്ലേ? ഏത് അതാ ഇതിൻ്റെ ഭംഗിയുള്ളൂ. നോക്കേ വേണ്ട. ആ നല്ല രസമല്ലേ?